നാലാമത്തെ എപ്പിസോഡിലും 4 മത്സരാർത്ഥികളെ ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നി പരീക്ഷയിൽ ബിഗ് ബോസ് വീട്ടിൽ നിന്നും എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഈ എലിമിനേഷൻ പ്രോസസ്സ് നടത്തുന്നത് ഇങ്ങനെയാണ്. മത്സരാർത്ഥികളെ ആദ്യം തന്നെ 4 ടീമുകളായി തിരിക്കുന്നു. 4 ടീമുകൾക്കും ടീമായി പെർഫോം ചെയ്യേണ്ട ഒരു സീരീസ് ഓഫ് ടാസ്കുകൾ ഉണ്ട്. ഈ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്ത ശേഷം ഓരോ ടീമും അവരുടെ ടീമിൽ നിന്ന് 3 വേഴ്സ്റ്റ് പെർഫോമേഴ്സിനെ കണ്ടെത്തും. ഇതിൽ വിജയിച്ച ടീമിൻ്റെ വേഴ്സ്റ്റ് പെർഫോമേഴ്സ് സേവ്ഡ് ആകും. ശേഷിച്ച 9 വേഴ്സ്റ്റ് മത്സരാർത്ഥികളാണ് ഡേഞ്ചർ സോണിലെത്തുക. അവരിൽ നിന്നാണ് 4 പേരെ എവിക്റ്റ് ചെയ്തിരിക്കുന്നത്. 4ാമത്തെ എപ്പിസോഡിൽ എവിക്റ്റ് ചെയ്യപ്പെട്ട മത്സരാർത്ഥികൾ RJ അനഘ, അമൽ, അസിയ, പൂജ ജെ എന്നിവരാണ്. ഒരുപക്ഷെ ഇവരിൽ പലരും അവസാന ആഴ്ചകൾ വരെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കപ്പെട്ട മത്സരാർത്ഥികളായിരുന്നു. ഇവരിൽ ഓരോരുത്തരും എലിമിനേറ്റഡ് ആവാൻ കാരണം വ്യത്യസ്തമാണ് എങ്കിലും പൊതുവായി ഇവരുടെ എല്ലാം പേഴ്സണാലിറ്റികളും ഇവരുടെ പെർഫോമൻസുകളും ഒരു ബിഗ് ബോസ് സീസണിലേക്ക് പ്രവേശനം ലഭിക്കാൻ യോജിച്ചതാണോ എന്ന ഒരു ഇവാലുവേഷനാണ് ഇതിൽ നടക്കുന്നത്. ജഡ്ജസ് വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യം, ടാസ്ക് വിജയിക്കുന്നു എന്നതുകൊണ്ട് മാത്രമല്ല ഇതിൻ്റെ സെലക്ഷൻ ക്രൈറ്റീരിയ. അതേസമയം അവരുടെ ആദ്യ ദിവസം മുതൽ ഇന്ന് വരെയുള്ള അവരുടെ മുഴുവൻ പെർഫോമൻസുകളുടെയും കൂടി അടിസ്ഥാനത്തിലാണ് ജഡ്ജസ് ഈ തീരുമാനത്തിലെത്തുന്നത്. നിങ്ങൾക്ക് ഈ 4 എലിമിനേഷനുകളോട് യോജിക്കാൻ കഴിയുന്നുണ്ടോ? എന്താണ് അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ചെയ്യൂ. 40 പേരുമായി ആരംഭിച്ച അഗ്നിപരീക്ഷ ടാസ്കിൽ നിലവിൽ 32 മത്സരാർത്ഥികൾ മാത്രമാണ് ശേഷിക്കുന്നത്. 8 മത്സരാർത്ഥികൾ ഇതിനോടകം എലിമിനേറ്റഡ് ആയി.